പെൺമക്കളുള്ള അമ്മമാർക്ക് ഇത്തിരി പേടി തോന്നുന്ന ഒരു ഫിലിമാണ്. പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളുടെ എല്ലാ പേരൻസും മസ്റ്റായിട്ട് തിയേറ്ററിൽ ഇന്നത്തെ കാലഘട്ടം അർഹിക്കുന്ന ഒരു സിനിമയാണ്. മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ത്രില്ലറാണ്. കുറച്ചൊന്ന് സെക്കൻഡ് ഹാഫ് കുറേ കൂടെ ഒന്ന് ലെങ്തി ആയി പോയതുപോലെ എനിക്ക് തോന്നി. നല്ല സിനിമയാണ് എന്ന് പറയുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലറല്ല, പക്ഷേ ത്രില്ലറാണ്, ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാം. പിന്നെ ചാക്കോച്ചൻ്റെ വൺ മാൻ ഷോ എന്ന് പറയാം. അത് സ്റ്റാർട്ടിങ് ടു എൻ്റെ ഒരു ലാഘവുമില്ലാത്ത സൂപ്പർ സിനിമ. ആർക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ, അത്ര നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതാണ് ആ സിനിമയെ പൊലിപ്പിക്കുന്നത്. നല്ലൊരു സിനിമയാണ്. അതിൽ ആർക്കും വന്ന് ഒരു ലാഘവുമില്ലാതെ ഇതായിട്ട് കാണാൻ പറ്റുന്ന സിനിമ. ഏത് നായാട്ട് അതിനെക്കാട്ടി നല്ല ത്രില്ലറായിട്ടുള്ള സിനിമയാണ്. പിന്നെ അതിൽ സസ്പെൻസ് ഒന്നും വെച്ചില്ല, വില്ലന്മാരാരാണെന്ന് നമ്മൾ സിനിമയിൽ തുടക്കത്തിൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിലൊന്നും സസ്പെൻസ് ഇല്ല, പക്ഷേ ആ സിനിമ നല്ല ഒഴുക്കിന് പോകുന്നൊരു ഫിലിമാണ്. അടിപൊളി സിനിമയാണ്. ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പുള്ളിയാണ് ഈ സിനിമയെ അങ്ങ് കൊണ്ടുപോകുന്നത് അവസാനം വരെ. ഒരു ഇതുമില്ലാതെ അത്ര നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ് പുള്ളിയുടെ. എനിക്കൊന്ന് ഇതുവരെയുള്ള അഞ്ചാം പാതിരയ്ക്ക് ശേഷമൊക്കെ വളരെ നല്ലൊരു ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമയാണെന്ന്. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. നല്ല മൂവിയാണ്. സൂപ്പർ കിടിലൻ. സ്റ്റാർട്ട് ടു എൻഡ് ത്രില്ലിങ് എല്ലാ ഇമോഷൻസും ഉണ്ട്. ഫാമിലി ഉണ്ട്, എന്തൊക്കെ പറയാം, ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ട കാണേണ്ട ഒരു സിനിമയാണ്. അതിലെ കണക്ഷൻസൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ആദ്യമൊക്കെ റാൻഡൊക്കെ ഇട്ട് തോന്നും. ആ കണക്ഷൻസൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും അഭിനയത്തിൻ്റെ കാര്യം ഒരു നിവൃത്തിയില്ല. ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം. ചാക്കോച്ചൻ്റെ ഏറ്റവും നല്ലൊരു പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഉറപ്പായിട്ടും പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും ഉറപ്പായിട്ടും 101% കാണണം. ആ ചോദ്യം വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളുടെ എല്ലാ പേരൻസും മസ്റ്റായിട്ട് തിയേറ്ററിൽ ഇന്നത്തെ കാലഘട്ടം അർഹിക്കുന്ന ഒരു സിനിമയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഞാൻ സ്പോയിലറാവും, നമുക്ക് തന്നെ കൊല്ലാൻ തോന്നും പുള്ളിയെ. ആ രീതി അതല്ല, വേറൊരു നടനും കൂടി ഉണ്ട്, ഒരു മുടി. അവൻ മെയിൻ വില്ലനായിട്ട് വന്ന സൂപ്പർ കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. എവിടെയായിരുന്നു ആശാനൊക്കെ ഏതോ ഒരു സിനിമയിൽ ആനന്ദം, അതിനുശേഷമൊക്കെ എവിടെയായിരുന്നെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഇതിനു മുമ്പേ വേറൊരു ഒറ്റയ്ക്കുള്ളൊരു സിനിമയൊക്കെ ചെയ്തത്. കിടിലം ആക്ടറാണ്. ഇത്രയും കഴിവുള്ള മലയാളത്തിലുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് തമിഴിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഹയർ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം. കിടിലം പടം. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. OTT തിയേറ്റർ എക്സ്പീരിയൻസ് അർഹിക്കുന്ന ഒരു സിനിമ. കണ്ടന്റ് ബേസ് ആണെങ്കിലും ഡയറക്ഷൻ ബേസ് ആണെങ്കിലും ആക്ടിങ് ബേസ് ആണെങ്കിലും ഒരിക്കലും നിങ്ങളുടെ പൈസ പോകത്തില്ല, ഗ്യാരണ്ടി. സിനിമ കുഴപ്പമില്ല. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല ഈ സിനിമയിൽ വന്നു പോകുന്ന ഇപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരായിരുന്നാലും പുള്ളിയുടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ട് വരുന്നവരെല്ലാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നത് റാൻഡമായിട്ടുള്ള ഒരു ക്രൈം സീൻ, പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു ക്രൈമിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പല കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇതെങ്ങനെ ഇതിന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലൂടെ അങ്ങനെ കുറേ ലിങ്ക് ഇങ്ങനെ ഫൈനലി കിട്ടുന്നു. അങ്ങനത്തെ രീതിയിലാണ് പിന്നെ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും വളരെ എൻഗേജിങ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. പിന്നെ ത്രൂ ഔട്ട് സിനിമയായിട്ട് നമുക്ക് ജേക്സ് ബിജോ എന്നുള്ളൊരു അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്കൊരു മിനിമം ക്വാളിറ്റി ഒരു ഗ്യാരണ്ടി എപ്പോഴും അഷ്വർ ചെയ്യുന്ന ഒരു പുള്ളിയുടെ BGM ഈ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു എന്തിന് ആരൊക്കെ ഇൻവോൾവ് ആയത് ആ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിലിങ് അവർ പറയുന്നുണ്ട്. കുറച്ചൊന്ന് സെക്കൻഡ് ഹാഫ് കുറേ കൂടെ ഒന്ന് ലെങ്തി ആയി പോയതുപോലെ എനിക്ക് തോന്നി. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാമെന്നുള്ള ഒരു സിനിമ തന്നെയാണ്. ഫിലിം വാസ് ഗുഡ്. എല്ലാം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ചാക്കോച്ചൻ എന്തായാലും നന്നായി ചെയ്തിട്ടുണ്ട്. പെൺമക്കളുള്ള അമ്മമാർക്കൊക്കെ ഇത്തിരി പേടി തോന്നുന്നൊരു ഫിലിമാണ്. ഐ തിങ്ക് ഇന്നത്തെ സമൂഹം ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള സമൂഹം ഉണ്ടെങ്കിൽ ഫിലിം കണ്ടിട്ട് ഇങ്ങനെയായി പോകരുതെന്ന് ആഗ്രഹിച്ചാൽ കൊള്ളാമായിരുന്നു. എടുത്ത് പറയാൻ ഫാമിലി, ഞാൻ പറഞ്ഞ പെൺമക്കളുള്ള അമ്മമാർക്ക് ഇത്തിരി പേടി തോന്നുന്ന ഒരു ഫിലിമാണ്. എന്തിനോടെങ്കിലും റിയാക്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു സംഭവം. സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ച് ഊഹിക്കാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളാണ്. പക്ക ഇൻവെസ്റ്റിഗേഷൻ അല്ല, എവറിത്തിങ് ഈസ് നോ സസ്പെൻസ്, എല്ലാം ആദ്യം മുതലേ ഉണ്ട്. പിന്നെ ചാക്കോച്ചൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ബൈ ലുക്ക് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫേസിലായാലും ആ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ത്രില്ലറാണ്. മറ്റേ സസ്പെൻസ് ത്രില്ലറും കാര്യമൊന്നുമല്ല, പക്ഷേ നടന്മാരൊരു രക്ഷയില്ല. എസ്പെഷ്യലി വില്ലൻ വൈശാഖ് നായർ നമ്മൾ ആനന്ദത്തിലും ചോക്ലേറ്റ് ബോയ് ലുക്ക് കണ്ടിട്ട് അന്യായ ഇതാണ്. നല്ല തീമാണ്, ആക്ഷൻ കോറിയോഗ്രാഫി എല്ലാം ആയിക്കോട്ടെ.
ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷേ ഒരു വേറെ ലെവൽ സാധനമാണ്. കുഞ്ചാക്കോനൊന്നും ശരിക്കൊന്നും പറയാനില്ല. നമ്മൾ വിചാരിക്കും സിമിലർ ഇതാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട്, കൊള്ളാം. അടിപൊളി നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടത് ഒരു സിമ്പിൾ സംഭവത്തിൽ ഒരു സിമ്പിൾ ത്രെഡിൽ നിന്ന് തുടങ്ങി എല്ലാം കണക്റ്റ് ആവത്തില്ലേ, ആ കണക്റ്റ് ആവുന്നത് എല്ലാം അടിപൊളി. കണക്റ്റ് ആവുന്ന സംഭവങ്ങൾ അടിപൊളിയാണ്. അത് മൊത്തത്തിൽ ലാഗൊന്നുമില്ല. പിന്നെ ഈ ഇമോഷണലി നമുക്ക് കുറച്ച് ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് നല്ല രീതിയിൽ കണക്റ്റ് ആവും. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ജഗദീഷ് ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചാക്കോസിനും കൊള്ളാം. എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ പേഴ്സണലി ഇപ്പോൾ എടുക്കുന്ന റോൾസ് വെച്ച് നോക്കുമ്പം നന്നായിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ ഇമോഷണൽ സീനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. മേക്കിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ചാക്കോച്ചൻ്റെ ആക്ടിങ് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഭയങ്കര ത്രില്ലിംഗ്. കൊള്ളാം. എടുത്ത് പറയാൻ ചാക്കോച്ചൻ്റെ നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷനാണ്. ത്രില്ല് എൻഗേജിങ് ആണ് പടം. ഭയങ്കര ത്രില്ലല്ല, കുഴപ്പമില്ല, കൊള്ളാം. വില്ലന്മാരൊക്കെ നല്ല രസമുണ്ട്. അടിപൊളി പടമായിരുന്നു. അതെ എല്ലാവരും ഭയങ്കര നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ത്രൂ ഔട്ട് എല്ലാം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന, തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റർടൈനിങ് ആണ്, വന്ന് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ല. അത്ര കംബാക്ക് എന്ന് പറയാൻ ആൾ പോയിട്ടില്ലല്ലോ, എന്താണെങ്കിലും നല്ല സൂപ്പറാണ് ആൾ. അതന്നെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് നമുക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് സ്റ്റോറി ലെവലും കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഒന്നും പേടിക്കണ്ട.